ഗൈസ്, വൈകിട്ട് എന്താ പരിപാടി? നമുക്കൊരു സൈക്കിൾ റൈഡ് പോയാലോ? ഈ സൈക്കിൾ റൈഡ് പക്ഷെ റോഡിലൂടെയല്ല, ആകാശത്തൂടെ ഉള്ളതാണ്. പോയാലോ? കം ഓൺ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് എവിടെയാണെന്ന്. ഇത് ഇടുക്കിയോ വയനാടോ മൂന്നാറോ ഒന്നുമല്ല, ഇത് നമ്മുടെ കൊച്ചിയിലെ കളമശ്ശേരി കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്കാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിലേക്ക് പോവാം. 2015 പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ഈ പാർക്ക് 2025 ഒരു നവീകരണമൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് മുതിർന്നവർക്കും, ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞെങ്കിൽ പോലും മുതിർന്നവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷവും റൈഡുകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ബാ. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് കയാക്കിങ് ചെയ്തിട്ട് വരാം. ആയുധം എടുത്ത് ഇടതുകാല് വെച്ച് കയറാനാണ് പറഞ്ഞേക്കുക. അപ്പോൾ ഇടതുകാല് വെച്ച് കയറിയിട്ട് വരാം. നമ്മളിങ്ങനെ കയാക്കിങ് ചെയ്ത് ഇങ്ങനെ കുളത്തിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ കൊച്ചിയിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്ത് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ജോലി ഒക്കെ ചെയ്ത് വളരെ ടയേർഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് വന്ന് കഴിഞ്ഞ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ കയാക്കിംഗ് ആണെങ്കിലും ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. കാരണം ഒരു വെയിലൊക്കെ ഒന്ന് താന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഈ കുളത്തിൻ്റെ ഒരു ദൃശ്യഭംഗിയും അതേപോലെ തന്നെ നമ്മുടെ ഈ പാർക്കിൻ്റെ ഒരു ഭംഗിയും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെബ്കോ എന്നുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം അഡ്വഞ്ചർ പാർക്ക് നടത്തണമെന്നുള്ള ഒരു രജിസ്ട്രേഷൻ ഇതുണ്ട് എന്നവർ കണ്ടെത്തിയതിനെ തുടർന്ന് നഗരസഭയുമായി സംസാരിച്ച് ധാരണയെത്തി നഗരസഭ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അതിന് കുറച്ച് സമയമെടുത്തു എന്നുള്ള കുഴപ്പമൊഴിച്ച് അങ്ങനെ തീരുമാനിച്ചു. ഏറ്റവും ചീപ്പായിട്ട്, അതായത് പൈസ കുറച്ച്, ഇപ്പോൾ ഇടുക്കിയിലും മറ്റും വയനാടൊക്കെ ഉള്ളതിന് 500 1000 രൂപ വാങ്ങിക്കുന്നത് നമ്മൾ 120 200 രൂപ വാങ്ങിക്കുന്നത്. കോംബോ ആണെങ്കിൽ 500 രൂപ കൊടുത്ത് എല്ലാ പരിപാടിയിലും പങ്കെടുക്കാം. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭ എങ്ങും നിങ്ങൾ റിപ്പോർട്ട് ചാനൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ഇതുപോലത്തൊരു സംവിധാനമുള്ള ഒരു പാർക്കും കേരളത്തിൽ നഗരസഭയ്ക്കില്ല. അത് നമ്മൾ ലാഭമല്ല ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ആളുകൾക്ക് ടൂറിസ്റ്റ് മേഖലയിലും കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടി അത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ 8D തിയേറ്റർ. 8D സ്റ്റിമുലേറ്റഡ് തിയേറ്റർ ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു തിയേറ്ററിൻ്റെ എല്ലാ ലുക്കുകളും ഉണ്ട്. അതിൻ്റെ ഒരു മിനി വേർഷൻ എന്നൊക്കെ പറയാം. അവിടെ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന മൂവിയിലെ ഓരോ സംഭവങ്ങളും നമുക്ക് നമ്മുടെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും. അതിനായിട്ട് നമ്മുടെ 3D കണ്ണടകളും ഇവിടെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു റിയൽ ഫീൽ കിട്ടുന്ന ഒരു ഉഗ്രൻ തിയേറ്ററാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്ന എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി KATPSൻ്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവരുടെ എൻ്റർ ടീം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ സമ്പൂർണ്ണമായി മുഴുവൻ ആക്ടിവിറ്റീസും പരിശോധന നടത്തി. ടിക്കറ്റ് റേറ്റ്സ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ സിപ്പ് ലൈനും സിപ്പ് സൈക്കിളും 180 രൂപ ആണ്. അത് കോംബോ പാക്കേജസ് ആകുമ്പോൾ പിന്നെയും കുറയും. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അത് 80 രൂപ. അതൊക്കെ ഈ ഇവിടെ ആർച്ചറി, ഡാർട്ട്, ഷൂട്ടിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയും പാക്കേജ് ചെയ്ത് പിള്ളേർക്കായാലും ഇപ്പോൾ അഡൽട്സിനായാലും എല്ലാത്തിനും സെപ്പറേറ്റ് പാക്കേജ് ഉണ്ട്. ആഹാ, എന്താ സമാധാനം എന്നറിയാം. നമ്മുടെ ഇവിടെ ഈ ഒരു പാർക്കിൽ അഡ്വഞ്ചറും ഫണ്ടും മാത്രമല്ല, അതിനപ്പുറമായിട്ട് സമാധാനത്തെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് സമാധാനത്തെ ഇരുന്ന് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊച്ചി കളമശ്ശേരി റൂട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്കിൽ ഒന്ന് വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക. അപ്പോൾ അതുവരെ വീഡിയോ ജേർണലിസ്റ്റ് ജോയലിനൊപ്പം ഭാവന രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ കൊച്ചി. ബൈ.